രാവിലെ സമയം കുറവാണോ? വെറും 5 മിനിറ്റിൽ നമുക്ക് ഈ ലഞ്ച് ബോക്സ് കറി തയ്യാറാക്കിയാലോ? കുട്ടികൾക്കും ഓഫീസിൽ പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും അടിപൊളിയാണ്. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വഴുതനങ്ങ തൈര് കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു 3 വഴുതന എടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടിയിലാണ് അരിഞ്ഞത്. എന്നിട്ട് അതിന്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ കറ പോയാലേ അത് രസം ഉണ്ടാവുള്ളൂ. ഏത് വഴുതന വേണേലും എടുക്കാം. ഞാനിവിടെ വയലറ്റ് വഴുതന എടുത്തത്. ഇത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കറിയിലിട്ടാൽ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കുക. നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് പരട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവോളയും ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാന് വെച്ചിട്ട് നമ്മളെ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന വഴുതന ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഈ വഴുതന. വെറും 2 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഫ്രൈ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള ഒരു സവോളയും അതുപോലെ ചെറിയൊരു തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെറും 5 മിനിറ്റിൽ റെഡി ആവുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല കേട്ടോ. അത്രക്കും എളുപ്പമാണ് ഈ കറി. എന്നാൽ ഇതുണ്ടെങ്കിൽ ചോറിനൊന്നും വേറെ ഒരു കറിയും വേണമെന്നില്ല. അത്രയും രുചിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയും വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനയിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിൽ വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതന മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണല്ലോ വഴുതന. അത് പൊട്ടിപ്പോവാതെ വേണം നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1/2 കപ്പ് തൈര്, പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ മിൽമന്റെ തൈരാണ് എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് തൈര് ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് വഴുതന പൊട്ടി പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി വഴുതന തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ. ഒറ്റയ്ക്കൊരു റൂമിലൊക്കെ നിൽക്കുന്ന, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഒക്കെ സമയം ഉണ്ടാവില്ലല്ലോ കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിന്റെ കൂടെ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.